മുരുകൻ്റെ അഭിഷേകം തൊഴുതാൽ പ്രത്യേകിച്ച് ഭസ്മാഭിഷേകം തൊഴുതാൽ ഏത് മാറാത്ത വ്യാധിയും മാറും എന്നാണ് നമ്മുടെ വിശ്വാസം. മുരുക ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് കാവടി എന്ന് പറയുന്നത്. പഴനിയിൽ വന്നിരുന്ന് എല്ലാം ഉപേക്ഷിച്ച് ജ്ഞാനദണ്ഡായുധ പണിയായിട്ട് തപസ് ചെയ്തു. ഭഗവാൻ ശ്രീമുരുകൻ്റെ അവതാരം ഉണ്ടാവുന്നത് തന്നെ താരകാസുരൻ, ശൂരപത്മാസുരൻ, സിംഹമുഖൻ തുടങ്ങിയ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കടലിൻ്റെ അടിയിൽ പോയിരിക്കും ഒരു മാവിൻ്റെ രൂപത്തിൽ. ആ മാവിനെ കൊല്ലാൻ വേണ്ടി മുരുകൻ വരുമ്പോൾ കടൽ രണ്ടായി മാറിക്കൊടുക്കും. വേലെറിഞ്ഞ് മാവിനെ രണ്ടാക്കി മാറ്റും. ഒന്ന് മയിലായി മാറും, ഒന്ന് കോഴിയായിട്ട് മാറും. ഇപ്പോഴും തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാവ് നട്ടാൽ മുളക്കില്ല എന്നാണ് പറയുന്നത്. വർഷത്തിലൊരു പ്രാവശ്യം ഇങ്ങനെ വിഗ്രഹവും എടുത്തുകൊണ്ട് കടലിലോട്ട് പോകും. കടലിലോട്ട് പോകുമ്പോൾ കടലിങ്ങനെ മാറിക്കൊടുക്കും. ശ്രീപാർവതി ദേവിയാണ് വെയിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ശക്തി വെയിൽ എന്ന് പറയുന്നത്. പുതുതലമുറ മുരുകനെയാണ് സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ. അവരെ എല്ലാ അറിവും ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? മുരുകൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഉറങ്ങാത്ത ദൈവം എന്ന് മുരുകനെ വിശേഷിപ്പിക്കാറുണ്ട്. ഉറക്കമില്ല മുരുകൻ. അപ്പോൾ എല്ലാവരും വന്നിട്ട് മുരുകനോട് പറഞ്ഞു, ബ്രഹ്മാവിനെ വിടുതൽ ചെയ്യണം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കില്ല, സൃഷ്ടി നടത്താൻ വേറെ ആളില്ല. ആ സമയത്ത് മുരുകൻ പറയുന്ന സൃഷ്ടിയൊക്കെ ഞാൻ നടത്തിക്കോളാം. നമസ്തേ. മുരുക ഭഗവാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരേ സമയം തന്നെ സേനാപതിയായും അതേപോലെ തന്നെ ജ്ഞാനസ്വരൂപനായും നിലനിൽക്കുന്നു. രണ്ട് ഭാവങ്ങൾ ഒരേ സമയം. എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് ഭാവങ്ങളും ഒരേ സമയം വരുന്നത്? ഓക്കെ, അതായത് ഭഗവാൻ ശ്രീമുരുകൻ്റെ അവതാരം ഉണ്ടാവുന്നത് തന്നെ പ്രധാനമായും താരകാസുരൻ, ശൂരപത്മാസുരൻ, സിംഹമുഖൻ തുടങ്ങിയ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ തപസ് ചെയ്ത് വരം നേടി. വരം നേടിയെന്ന് പറഞ്ഞാൽ അവർ മൃത്യുവിനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് വരം ചോദിച്ചത്. പക്ഷെ അങ്ങനെയുള്ള വരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അനേകം വരങ്ങളാണ് അവർ നേടിയെടുത്തത്. അതായത് ശിവൻ്റെ പുത്രൻ കൊന്നോട്ടെ, ബാലനായിട്ടുള്ള ആൾ കൊന്നോട്ടെ, അതേസമയത്ത് തന്നെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അവർ മേടിച്ചത്. പക്ഷെ ഇങ്ങനെ വരബലം നേടിയ അവർ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി. ഇന്ദ്രനെ തോൽപ്പിച്ചു, ദേവന്മാരെ തോൽപ്പിച്ചു, അവരെല്ലാം ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ഇപ്പം മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്ന പണിയൊക്കെയാണ് ദേവന്മാരെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അടിച്ചു വരാനുള്ള പണി, ഇങ്ങനെ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ആണ് മുരുകൻ അവതാരം എടുക്കുന്നത്. അവതാരം എടുക്കുന്ന മുരുകനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു നീണ്ട കഥയാണ്. കാരണം ആ സമയത്ത് സതീദേവി ദേഹത്യാഗം ചെയ്തതിന് ശേഷം ശിവൻ വിരക്തനായി നിന്നുകൊണ്ട് ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് ശിവൻ്റെ പുത്രനെ വധിച്ചോട്ടെ എന്ന് ഇങ്ങനെ അനുഗ്രഹം മേടിക്കണം. ആ ശിവൻ പിന്നീട് ലൗകിക ജീവിതത്തിലേക്ക് വരാനും ശ്രീപാർവതി ദേവിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇത്തരത്തിൽ ഈ മുരുകൻ്റെ അവതാരം ഉണ്ടാവുകയൊക്കെയാണ് ചെയ്തത്. പക്ഷെ മുരുകനെ സംബന്ധിച്ചിടത്തോളം ഇത്ര നിഷ്ഠൂരന്മാരായിട്ടുള്ള, അതേസമയത്ത് ബലബലം കൊണ്ട് കരുത്തുള്ള ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുരുകൻ്റെ ഇതുണ്ടായത്. അതായത് വളരെ കുട്ടിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് താരകാസുരനെയും സിംഹമുഖനെയും അതുപോലെ ശൂരപത്മാസുരനെയും മുരുകൻ നിഗ്രഹിക്കുന്നത്. നിഗ്രഹിച്ചതിന് ശേഷമാണ് ദേവലോകത്തിൻ്റെ അധിപതിയായി, ദേവസേനാപതിയായിട്ട് അദ്ദേഹം വാഴ്ത്തപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനെ അവരോധിക്കപ്പെടുന്നത്. അങ്ങനെ ഈ മുഴുവൻ ആ സമയത്ത് അനേകം ദേവന്മാരുടെ അതുപോലെ തന്നെ ദേവിമാരുടെയൊക്കെ ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മുരുകൻ ഇത്തരത്തിലുള്ള ഇവരെ കൊണ്ടുള്ള ഉപദ്രവം ലോകത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ദേവസേനാപതിയായിട്ട് അറിയപ്പെടുന്നത്. അതേസമയത്ത് അതിനകത്ത് ജ്ഞാനസ്വരൂപനമാണ്. ജ്ഞാനസ്വരൂപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറിവുകളെ രണ്ട് വിധത്തിലാണ് തരംതിരിക്കുന്നത്. ഒന്ന് വിദ്യ എന്ന് വെച്ചാൽ പരമമായിട്ടുള്ള ജ്ഞാനമാണ് വിദ്യ. അതായത് ബ്രഹ്മം സത്യം, ജഗത്ത് മിഥ്യ. അതായത് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, ഈശ്വരനാണ്. ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ്, നമുക്ക് തോന്നലാണ്, നമുക്കുണ്ട് എന്ന് തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ. ഈ ഒരു അറിവ് രണ്ട് തരത്തിൽ, വിദ്യ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. രണ്ട് അവിദ്യ എന്ന് പറയും. അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അറിവിനാണ് ടെക്നിക്കൽ നോളജ്, നമ്മൾ സ്കിൽ എന്ന് പറയും. ഉദാഹരണം ഞാൻ ജ്യോതിഷിയാണ്. ജ്യോതിഷത്തെക്കുറിച്ചുള്ള അറിവ് എനിക്ക് വേണം. ആ അറിവ് ഇപ്പോൾ എൻജിനീയറിംഗ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പാലം കെട്ടാനുള്ള അറിവ്,
ഡോക്ടർ പാസ്സായ ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം അതിനുള്ള രോഗികളെ ചികിത്സിക്കാനുള്ള അറിവ്, ഇങ്ങനെയുള്ളതിനെല്ലാം, അതായത് പണം സമ്പാദിക്കാനുള്ള അറിവിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അങ്ങനെ വിദ്യയും അവിദ്യയും രണ്ടിൻ്റെയും മൂർത്തി മുരുകനാണ്. ഇപ്പോൾ 18 സിദ്ധന്മാരുണ്ട്, 18 അനേകം സിദ്ധന്മാരുണ്ട്. അതിൽ 18 സിദ്ധന്മാർ ഇതാണ്. അവരെല്ലാം മുരുകൻ്റെ അനുഗ്രഹത്താൽ, അല്ലെങ്കിൽ മുരുകനെ ഗുരുവായി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അഗസ്ത്യൻ, ഭോഗർ, അതുപോലെ പുലിപ്പാണി സിദ്ധർ തുടങ്ങിയ ആൾക്കാരെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ജ്ഞാനം എന്ന് പറയുന്ന ആ ജ്ഞാനദണ്ഡായുധ പാണി എന്ന് പറഞ്ഞിട്ടാണ് പഴനിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാരദൻ ഒരിക്കൽ കൈലാസത്തിൽ ചെന്നപ്പോൾ കയ്യിലൊരു വിശേഷപ്പെട്ട പഴം ഉണ്ടായിരുന്നു. ആ പഴം മഹാദേവന് കൊടുത്തിട്ട് 2 മക്കളിൽ ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കണം, മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം മഹാദേവൻ ഒരു പന്തയം വെച്ചു, ആരാണോ ലോകം ചുറ്റി ആദ്യം വരുന്നത് അവന് ഇത് കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഗണപതി അതേ സമയത്ത് ശിവനെയും പാർവതിയും വലം വെച്ചത് നേടിയെടുത്തു. മുരുകൻ ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ ചുറ്റി തിരിച്ചു വരുമ്പോൾ പഴം ഗണപതിയുടെ കയ്യിലിരിക്കുന്ന, അങ്ങനെ വിരക്തനായി. സ്വന്തം അച്ഛനും അമ്മയും കൂടി എന്നെ ചതിച്ചു, അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി തിരിച്ച് പല സ്ഥലങ്ങളിൽ പോയി പഴനിയിൽ വന്നു എന്നാണ് പറയുന്നത്. പഴനിയിൽ വന്നിരുന്ന് എല്ലാം ഉപേക്ഷിച്ച് ജ്ഞാനദണ്ഡായുധ പണിയായിട്ട് തപസ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ജ്ഞാനം ഉണ്ടായി, അറിവുണ്ടായി എന്ന് ആണ് നമ്മുടെ ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒരേ സമയത്ത് അദ്ദേഹം ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ജ്ഞാനമുണ്ട്, ജീവിക്കാൻ ആവശ്യമുള്ള സ്കില്ലുണ്ട്, പണം സമ്പാദിക്കാനുള്ള അറിവുണ്ട്, അവിദ്യ എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് അതേ സമയത്ത് തന്നെ അദ്ദേഹം ലോകത്തെ മുഴുവൻ കാക്കുന്ന രക്ഷകനായിട്ടുള്ള ദൈവമാണ്. ഉറങ്ങാത്ത ദൈവം എന്ന് മുരുകനെ വിശേഷിപ്പിക്കാറുണ്ട്. ഉറക്കമില്ല മുരുകൻ. ഭക്തരുടെ മുഴുവൻ പ്രശ്നങ്ങളും അധർമ്മത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ സദാ വ്യാപൃതനായിട്ടുള്ള ദൈവമാണ് മുരുകൻ. ഓംകാരത്തിന്റെ പൊരുള് ബ്രഹ്മാവിന് ഉപദേശിച്ച് നൽകിയ സ്വാമിനാഥൻ എന്ന് പറയാറുണ്ട്. ആ സങ്കല്പത്തെക്കുറിച്ച്, അതായത് ബ്രഹ്മാവ് ലോകത്തെ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്തുന്ന ആളാണ്. അപ്പോൾ ആളോട് മുരുകൻ ചോദിച്ചു, ഈ ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ബ്രഹ്മാവിന് ഓംകാരത്തിൻ്റെ അർത്ഥം അറിയില്ല, ബ്രഹ്മാവ് അതിന് ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ കലുഷിതനായി കോപാകനായി വീരബാഹുവിനോട് ഇദ്ദേഹത്തെ തുറുങ്കിലടയ്ക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിനെ തുറുങ്കിലടച്ചു. ബ്രഹ്മാവ് തുറുങ്കില. അപ്പോൾ ലോകത്ത് സൃഷ്ടി ഇല്ലാണ്ടായി. അപ്പോൾ എല്ലാവരും വന്നിട്ട് മുരുകനോട് പറഞ്ഞു, ബ്രഹ്മാവിനെ വിടുതൽ ചെയ്യണം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കില്ല, സൃഷ്ടി നടത്താൻ വേറെ ആളില്ല. ആ സമയത്ത് മുരുകൻ പറയുന്ന സൃഷ്ടിയൊക്കെ ഞാൻ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഓങ്കാരത്തിൻ്റെ അർത്ഥം അറിയാത്ത ആൾ സൃഷ്ടി നടത്തി കൊടുക്കണം. അവസാനമാണ് മഹാദേവൻ വരുന്നത്. നേരിട്ട് മഹാദേവൻ വന്നിട്ട് മുരുകനോട് പറയുകയാണ്, ബ്രഹ്മാവിനെ വിടാതെ സമ്മതിച്ചില്ല. പക്ഷെ അച്ഛൻ്റെ ഒരു നിർദ്ദേശം എന്നുള്ള അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിടുതൽ ചെയ്യും. ആ സമയത്ത് ഭഗവാൻ മഹാദേവൻ തന്നെ ചോദിക്കുകയാണ് മുരുകനോട്, അല്ല സത്യത്തിൽ ഓങ്കാരത്തിൻ്റെ അർത്ഥം എന്താണ്? പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഓങ്കാരത്തിൻ്റെ അർത്ഥം എന്നാൽ എനിക്ക് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ ഓങ്കാരത്തിൻ്റെ അർത്ഥം അങ്ങനെ വെറുതെ പറയാൻ പാടില്ല, അത് ഗുരു ശിഷ്യഭാവത്തിലാണ് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മഹാദേവൻ ശിഷ്യപ്പെടുന്ന പോലെ ഇരുന്ന് ആണ് ചെവിയിൽ ഉപദേശിച്ചു കൊടുക്കുന്നത്. അത് നടത്തിയ സ്ഥലമാണ് തമിഴ്നാട്ടിൽ സ്വാമിമല എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ടാണ് സ്വാമിനാഥൻ എന്ന് മുരുകൻ അറിയപ്പെടുന്നത്. ശിവന് പോലും ഓങ്കാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് മുരുകൻ. അത് സ്വാമിമല എന്ന് പറഞ്ഞൊരു 6 പടവീട്, മുരുകൻ്റെ 6 പടവീടുകൾ തമിഴ്നാട്ടിലുണ്ട്. അതിലുള്ള ഒരു പടവീടാണ് സ്വാമി മല. ശൂരപത്മനെ വധിക്കാതെ മയിലായിട്ട് മുരുകൻ കൂടെ നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? അല്ല, അത് മുരുകനെ സംബന്ധിച്ച് പലതെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ മുരുകന് 3 വാഹനങ്ങളുണ്ട്. ഒന്ന് മയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ശൂരപത്മാസുരനെ കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്ത് അതായത് ഈ 3 അസുരന്മാരിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള അസുരനാണ് ശൂരപത്മാസുരൻ. കൊല്ലൽ അത്ര എളുപ്പമല്ല. മുരുകനെ പോലും മായയിൽ ഇല്ലാണ്ടാക്കി കളയും ഒരു സമയത്ത് യുദ്ധത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഇങ്ങനെ മുരുകൻ ആദ്യം യുദ്ധം ചെയ്ത് വരുമ്പോൾ ആദ്യമൊക്കെ ശൂരപത്മന് വലിയ ആത്മവിശ്വാസമാണ്. ശൂരപത്മൻ പറയുന്നുണ്ട്, പല്ല് പോലും കിളിക്കാത്തവൻ എന്നായിട്ട് യുദ്ധത്തിന് വരണമെന്നൊക്കെ ആദ്യം പറയുമെങ്കിലും പിന്നീട് യുദ്ധത്തിൻ്റെ ഭീകരത മനസ്സിലാക്കുമ്പോൾ തോറ്റ് ഓടി രക്ഷപ്പെട്ട് കടലിൻ്റെ അടിയിൽ പോയിരിക്കും ഒരു മാവിൻ്റെ രൂപത്തിൽ. ആ മാവിനെ കൊല്ലാൻ വേണ്ടി മുരുകൻ വരുമ്പോൾ കടൽ 2ആയി മാറിക്കൊടുക്കും. എന്നിട്ട് വെയിലെറിഞ്ഞ് മാവിനെ 2ആക്കി മാറ്റും. ഒന്ന് മയിലായി മാറും, ഒന്ന് കോഴിയായിട്ട് മാറും. മയിലായി മാറുന്ന ഇത് അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ട് മാറും. മറ്റൊന്ന് കോഴിയായിട്ട് മാറും. ഒന്ന്
മുരുകന് 3 മയിലുകളുണ്ട് വാഹനങ്ങളായിട്ട്. ഒന്ന് മുരുകൻ പഴം കൊടുത്ത സമയത്ത് ലോകം മുഴുവൻ ചുറ്റി വന്നത് മയിലിൻ്റെ പുറത്താണ്. അതിന് പ്രണവമയിൽ എന്ന് പറയും, പ്രണവമയിൽ. 2, യുദ്ധത്തിന് പോകുമ്പോൾ ദേവേന്ദ്രനൊരു മയിലിനെ കൊടുക്കും, അതിന് ദേവമയിൽ എന്ന് പറയും. 3ാമത്തെ മയിലാണ് ഈ ശൂരപത്മാസുരൻ മരണപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവം മാറി മയിലായിട്ട് മാറുന്നതാണ് അസുരമയിൽ. അങ്ങനെ 3 മയിലുകൾ മുരുകനുണ്ട്. അതാണ് മുരുകൻ്റെ ഈ മയിലുകളെ കുറിച്ചുള്ള സങ്കല്പം. അപ്പം അങ്ങനെയാണ് ശൂരപത്മാസുരനെ വിഗ്രഹിക്കുന്നത്. ഇപ്പോഴും തിരുച്ചെന്തൂരിൽ വെച്ചിട്ടാണ് മുരുകൻ ശൂരപത്മാവിനെ ഇല്ലാണ്ടാക്കുന്നത്. കൊല്ലാന്നല്ല, ഇല്ലാണ്ടാക്കുന്നത് എങ്ങനെയാണ് പറയും. ഇപ്പോഴും തിരുച്ചെന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാവ് നട്ടാൽ മുളയ്ക്കില്ല എന്നാണ് പറയുന്നത്. 1. 2, വർഷത്തിലൊരു പ്രാവശ്യം ഇങ്ങനെ വിഗ്രഹവും എടുത്തുകൊണ്ട് കടലിലോട്ട് പോകും. കടലിലോട്ട് പോകുമ്പോൾ കടലിങ്ങനെ മാറിക്കൊടുക്കും. ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണത് തീർച്ചയായും തിരുച്ചെന്തൂർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അനേകം അത്ഭുതങ്ങൾ മുരുകൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം മുരുകൻ്റെ ആയുധം എന്ന് പറയുന്നത് വേലാണ്. വേലെന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അപ്പോൾ ഇപ്പം ശക്തിവേല് എങ്ങനെയാണ് ഭക്തരുടെ മനസ്സിലേക്ക് ചൊരിയുന്നത്? അതായത് വേലെന്ന് പറയുമ്പോൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ മുരുകൻ്റെ അവതാര ഉദ്ദേശം വരബലം കൊണ്ട് കരുത്തരായ അതുവരെയുള്ള ദൈവങ്ങൾക്കൊന്നും കൊല്ലാൻ പറ്റാഞ്ഞിട്ടാണ് മുരുകൻ അവതാരം എടുക്കുന്നത്, ഈ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ഓരോ ഈ ദുഷ്ടനായിട്ടുള്ള അസുരനെ കൊല്ലാൻ വേണ്ടി അതുവരെ ഇല്ലാത്തൊരു ആയുധം ഉണ്ടാക്കുകയാണ്. അതാണ് വേല്. ആ വേല് കൊടുക്കുന്നത് ശ്രീപാർവതി ദേവിയാണ്. ശ്രീപാർവതി ദേവിയാണ് വേല് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ശക്തിവേൽ എന്ന് പറയുന്നത്. പാർവതി ദേവി കൊടുത്ത വേലായതുകൊണ്ടാണ് അതിന് ശക്തിവേൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശക്തിവേൽ കൊണ്ടാണ് ശൂരപത്മാസുരനെയും അതുപോലെ തന്നെ താരകാസുരനെയും സിംഹമുഖനെയൊക്കെ വധിക്കുന്നത് ആ വേല് വരെ. അതുവരെ ആ വേല് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതാണ് ശക്തി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് ശക്തി എന്നാണ് നമ്മുടെ പണ്ട് മുതലുള്ള കൺസെപ്റ്റ്. സ്ത്രീയാണ് ശക്തി എന്ന് പറയുന്നത്. ആ ശക്തി പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ശക്തിവേൽ എന്നതിനെ പറയുന്നത്, ശക്തിവേൽ. അപ്പോൾ ആ ഒരു ശക്തി കൊണ്ടാണ് മുരുകൻ ഈ 3 അസുരന്മാരെ കൊല്ലുന്നത്. ഇപ്പം മുരുക ഭഗവാന്റെ പത്നിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വള്ളിയും ദേവസേനയും ഇവർ ക്രിയാശക്തിയും ഇച്ഛാശക്തിയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം അത് സ്വാഭാവികമായിട്ടും യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ ദേവേന്ദ്രൻ സ്വന്തം മകളെ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ദേവസേനയെ ആ വിവാഹം കഴിക്കുന്നതായിട്ട് പറയുന്നത്. വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ്. അതായത് ഒന്ന് ഏറ്റവും വലിയ ദേവൻ്റെ മകളെ കല്യാണം കഴിക്കണം, മറ്റേത് കാട്ടുജാതിക്കാരുടെ മകളെ കല്യാണം കഴിക്കണം. ശരിക്കും എന്തോ വലിയ അന്തരമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ഒരു സാമൂഹ്യ സമരസതയും കൂടിയാണ് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെയുള്ള ഒരു 2 പേരെ ഒരുപോലെ വിവാഹം കഴിച്ച് കാര്യങ്ങൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി എന്നുള്ള നിലയിൽ അങ്ങനെ പല പല കൺസെപ്റ്റുകൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും അതിനെ സംബന്ധിച്ചിടത്തോളം മുരുകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഓരോ ദേവന്മാരെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ സിദ്ധി ബുദ്ധി എന്ന് പറഞ്ഞ 2 പേരെയാണ് വിവാഹം കഴിച്ചതെന്ന് പറയുന്നുണ്ട് ഗണപതിയുടെ ഭാര്യ. അതുപോലെ തന്നെ ഒരു ഇതിലുള്ള ഒരു ഇച്ഛാശക്തി ജ്ഞാനശക്തി രണ്ടും നമുക്ക് ഉണ്ടാകുമ്പോഴാണ്, ക്രിയാശക്തിയും കൂടി ചേരുമ്പോഴാണ് ഒരു പൂർണ്ണത വരുന്നത്. അപ്പോൾ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇത് 3ഉം കൂടി ചേർന്നതാണ് മുരുകനും 2 ഭാര്യമാരും. ഇപ്പം മുരുകനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മുരുക ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് കാവടി എന്ന് പറയുന്നത്. അപ്പോൾ കാവടിയിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന, കാവടി എടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ എന്തൊക്കെ? അല്ല, നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുരുകക്ഷേത്രങ്ങളിൽ മാത്രമായിട്ടുള്ള വിശേഷപ്പെട്ട ആചാരങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്നു. ഉത്സവങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയെന്ന് നോക്കിയാൽ ഉത്സവം എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ ഉത്സവം എന്ന് പറയുന്ന സാധനം ഉണ്ടായത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകൻ താരകാസുരനെ നിഗ്രഹിച്ചതിന് ശേഷം, താരകാസുര വധം പൂർത്തിയാക്കിയതിന് ശേഷം ആ സൈന്യസമേതം ആർത്തട്ടഹസിച്ച് സന്തോഷിച്ച് വരുന്ന ഒന്നാണ്. അതാണ് തൈപ്പൂയ നാളിലാണ് നടക്കുന്നത്. അതാണ് പിന്നീട് എല്ലാ അമ്പലങ്ങളിലും ഉത്സവങ്ങളായിട്ട് മാറിയത്. പല പല സമയത്തും പല രീതിയിലുമായിട്ടുള്ള ഉത്സവങ്ങളായിട്ട് ആഘോഷിക്കപ്പെട്ട് വന്നതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തൈപ്പൂയ മഹോത്സവത്തിൽ നിന്നാണ് തുടങ്ങി. അത് താരകാസുരനെ, അന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ ദുഷ്ടനായിട്ടുള്ള അസുരനെ നിഗ്രഹിച്ചതിൻ്റെ സന്തോഷവുമായിട്ട് വരുന്ന മുരുകപ്പടയാണ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നാണ് പിന്നീട് ഉത്സവങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നത്. പല ഉത്സവം എന്ന് വെച്ചാൽ ഉത്സവം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ഒഴുകാന്ന്.
മുകളിലേക്കാണ്. മുകളിലേക്ക് സാധാരണ ഒഴുകാറില്ല, എല്ലാം മുകളിൽ നിന്ന് താഴത്തേക്കല്ലേ ഒഴുകുള്ളൂ. ഒരു സമയത്ത് മാത്രമാണ് മുകളിലേക്ക് ഒഴുകുന്നത്. കുടത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ അത് പുറത്തേക്ക് ഒഴുകും, മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതിനാണ് ഉത്സ്രവം എന്ന് പറയുന്നത്. അതായത് ഒരു ചൈതന്യം ഒരു സ്ഥലത്ത് മുഴുവൻ നിറഞ്ഞ് പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഒഴുകുന്നതാണ് ഉത്സവം എന്ന് പറയുന്ന ആഘോഷം. ഇപ്പൊ കാവടി എന്ന് പറയുമ്പോൾ ഇപ്പൊ ശൂലം കുത്തുക പോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മുരുകൻ്റെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഒന്നാണ് കാവടിയാട്ടം. കാവടിയാട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇടുമ്പനുമായിട്ട് ബന്ധപ്പെട്ട് 2 മലകൾ ഒരുമിച്ച് കെട്ടി തൂക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള കഥകളുണ്ട്. അതല്ല, അവിടുന്ന് ഭഗവാൻ വരുന്ന സമയത്ത് തന്നെ കാവടി 2 കോലിൽ 2 സാധനം, ഇങ്ങനെ തുടങ്ങി അനേകം വിശ്വാസങ്ങളുണ്ട്. എന്തായാലും നേരത്തെ ഇതായിട്ട് വിശ്വസിക്കുന്നത് കാവടി വളഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റിൽ ഇത് ചെയ്യുന്നുണ്ട്. എന്തായാലും മുരുകൻ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലോകമെമ്പാടും ഈ കാവടി ആഘോഷം നടക്കുന്നുണ്ട്. കാവടി മുദ്ര നിറച്ച് രാവിലെ സമയങ്ങളിൽ പാല്, തേന്, പഞ്ചാമൃതം തുടങ്ങിയ അഷ്ടദ്രവ്യങ്ങൾ നിറച്ചുകൊണ്ട് അത് മുരുകന് അഭിഷേകം ചെയ്യും. വൈകുന്നേരം ഭസ്മം കൊണ്ട് മുരുകന് അഭിഷേകം ചെയ്യും. ഇതെല്ലാം ഓരോ പ്രത്യേകമായിട്ടുള്ള കൺസെപ്റ്റിലാണ് നടക്കുന്നത്. ഓരോന്നിൻ്റെ പുറകിലും ഓരോ ശാസ്ത്രങ്ങളുണ്ട്. മുരുകൻ്റെ അഭിഷേകം തൊഴുതാൽ പ്രത്യേകിച്ച് ഭസ്മാഭിഷേകം തൊഴുതാൽ ഏത് മാറാത്ത വ്യാധിയും മാറും എന്നാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം മുരുകഭക്ത സമ്മേളനമൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്ത് വെക്കുകയുണ്ടായി. ഇതിലൂടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്? തീർച്ചയായിട്ടും മുരുകൻ്റെ സമ്മേളനങ്ങൾ കേരളത്തിൽ 3 നടന്നു. ഇപ്പം ഞാൻ തന്നെ 3 ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ 27 ദിവസങ്ങൾ, 27 നക്ഷത്രമാണെന്ന് പറയും, 27 ദിവസത്തിനുള്ളിൽ തന്നെ 3 പങ്കെടുത്തിരുന്നു. ഒന്ന് എറണാകുളത്ത് വെച്ച് വൈശാഖം ശ്രീ മുരുക ഭക്തജന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മുരുകൻ്റെ ഒരു സംഗമം നടത്തുന്ന എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അതിൽ വിശേഷങ്ങളായിട്ടുള്ള മുരുകൻ്റെ ഹോമങ്ങൾ, പൂജകൾ, മഹാസ്കന്ധ ഹോമം, അഷ്ടാദശ സിദ്ധ പൂജ, അതായത് മുരുകനുമായിട്ട് ബന്ധപ്പെട്ട് 18 സിദ്ധന്മാരുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരെല്ലാം മുരുകനെ ഗുരുവായിട്ട് സ്വീകരിച്ചവരാണ്. അവരെക്കുറിച്ചുള്ള അഗസ്ത്യനെക്കുറിച്ചൊക്കെ പറയുന്നത് ഭയങ്കര സിദ്ധനായിരുന്നു അദ്ദേഹം. അഗസ്ത്യമുനി കടൽ കുടിച്ചു പറ്റിച്ച ആളാണ് അഗസ്ത്യൻ. അദ്ദേഹം പണ്ട് കാലത്ത് ഇവരെല്ലാം വൈദ്യന്മാരും കൂടിയായിരുന്നു, രോഗചികിത്സ ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അഗസ്ത്യമുനിയുടെ പണ്ട് തലയോട്ടി മാറ്റിവെച്ച് ശസ്ത്രക്രിയ ചെയ്തിരുന്നു എന്ന് നമ്മുടെ ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നത്. അത്തരം ശക്തിമാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള സിദ്ധന്മാരായിരുന്നു അവർ. അവരുടെ ഒരു 18 പേരുടെ സിദ്ധന്മാരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഷ്ടാദശ സിദ്ധ പൂജ, വൈകുന്നേരം ശ്രീപാർവതിയും കൂടി സങ്കല്പിച്ച് ശക്തിവേൽ പൂജ, വേൽ ഘോഷയാത്രയൊക്കെ എറണാകുളത്ത് നടന്നു. അതുപോലെ തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള അനേകം പൂജകളും ഹോമങ്ങളും, പിന്നെ അതുകൂടാണ്ട് അവിടെ വലിയ കലാപരിപാടികളും, നന്ദഗോപൻ ഭജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കലാപരിപാടികളൊക്കെ നടത്തുന്നു. ഇപ്പോൾ നിള നദീ തീരത്ത് വെച്ചിട്ട് ഷഷ്ടിയുടെ അന്ന് ഇതുപോലെ തന്നെ നമ്മൾ ശക്തിവേൽ പൂജയും മഹാസ്കന്ധ ഹോമവും നടത്താനുള്ള സൗഭാഗ്യം ഉണ്ടായി. ഇപ്പം ഇതെല്ലാം ആയിരക്കണക്കിനായിട്ട് അല്ലെങ്കിൽ 10,000കണക്കിനായിട്ടുള്ള ആൾക്കാരാണ് ഈ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, മുരുകൻ്റെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും വലിയ സമ്മേളനങ്ങളൊക്കെ നടന്നിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ഇതിൻ്റെ തുടർച്ച, അതായത് കൗമാരം എന്ന് പറയും, അതായത് ഷഡ്മതങ്ങളെക്കുറിച്ചിട്ടാണ് ശങ്കരാചാര്യർ ഇത് ചെയ്തിട്ടുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് കൗമാരം, മുരുകനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, കുമാരനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ്, അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ എവിടെ നോക്കിയാലും ഇപ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെ പുതുതലമുറയിൽ മുരുകനോടുള്ള ഭക്തി എങ്ങനെയാണെന്നാണ്? തീർച്ചയായിട്ടും പുതുതലമുറ മുരുകനെയാണ് സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അവരെ എല്ലാ അറിവും ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? മുരുകൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ മുരുകനെ ആശ്രയിക്കുകയും ആചരിക്കുകയും അതിന് ജ്ഞാനസ്വരൂപൻ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 2 തരത്തിലുള്ള ജ്ഞാനമുണ്ട്. നമുക്ക് പരമമായി ജ്ഞാനം വേണ്ടവർക്ക് ആ രീതിയിലുള്ള അറിവ് നമുക്ക് കിട്ടും. അതല്ല, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അറിവുണ്ടല്ലോ, അതായത് പരീക്ഷകളിൽ വിജയം നേടാൻ, അതുപോലെ തന്നെ അറിവുകൾ നേടാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടാനുള്ള അറിവിനും മുരുകൻ തന്നെയാണ് ഏറ്റവും വലിയ ദൈവം. അപ്പോൾ അവരുടെയൊക്കെ ആശ്രയം കൊണ്ട് അത്തരത്തിൽ പുതുതലമുറയ്ക്ക് പുതിയ വഴികാട്ടിയാണ്. അതേസമയത്ത് തന്നെ അദ്ദേഹം ഒരു വലിയ അധർമ്മം ഇല്ലാണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു ദൈവം എന്നുള്ള നിലയിൽ വലിയ പ്രസക്തിയും പ്രാധാന്യവും ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും മുരുകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നന്ദി. നമസ്തേ.